കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചേർപ്പുങ്കൽ മാർസ്ലീവ ഫൊറോന പള്ളി. സദാ പുഞ്ചിരി തൂകുന്ന മാർസ്ലീവ മുത്തപ്പൻ്റെയും നമ്മുടെ പിതാവ് മാർത്തോമാ ശ്ലീഹായുടെയും സാന്നിധ്യം ഈ ദേവാലയത്തിനും ഗ്രാമത്തിനും മാത്രമല്ല, ഇവിടെ വന്നു പോകുന്ന ജനലക്ഷങ്ങൾക്ക് പകരുന്ന ശാന്തിയും അനുഗ്രഹവും വർണ്ണനാതീതമാണ്. മുറിവേറ്റവന് ആശ്വാസവും ഒറ്റപ്പെടുന്നവന് സാന്ത്വനവും ജീവിതം കൈവെള്ളയിൽ നിന്ന് വഴുതിപ്പോകുന്നവന് പ്രത്യാശയും തൊഴിൽ രഹിതന് തൊഴിലും ജാതിമത ഭേദമന്യേ ഉണ്ണിയേശു പ്രദാനം ചെയ്യുന്നു. ഇവിടെ വന്നു ചേരുന്ന ഭക്തരുടെ ആത്മനിർവൃതി ദൃശ്യ സായുജ്യം പകരുന്ന പുണ്യമുഹൂർത്തങ്ങളിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പള്ളിയുടെ ചരിത്രത്തിനും ചടങ്ങുകൾക്കുമൊപ്പം ഉണ്ണീശോയുടെ വിശുദ്ധമായ സാന്നിധ്യം ഈ ഗ്രാമത്തിന് പകർന്നു തന്നിട്ടുള്ള ആധ്യാത്മികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ വളർച്ചയുടെ ചരിത്ര സാക്ഷ്യം കൂടിയാണിത്. ഈ എളിയ സംരംഭം അത്തരത്തിലുള്ള വിലയിരുത്തലാണ് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനാ നിർഭരമായ ഹൃദയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന ഈ ദൃശ്യ വിരുന്നിനെ അഭിമാനപൂർവ്വം അതിലേറെ പ്രാർത്ഥനയോടെ ഉണ്ണീശോയുടെ നാമത്തിൽ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഇത് ചേർപ്പുങ്കൽ. മധ്യ തിരുവിതാംകൂറിന് ഹരിതാഭയേകി മീനച്ചിലാർ മഴമേഘങ്ങളെ സ്വപ്നം കണ്ടൊഴുകുന്നത് ഇതുവഴിയേ. ഈ തീരഭൂമിയിൽ ദൈവത്തിന്റെ കനിവും സ്നേഹത്തിന്റെ സ്നാനവും സഹസ്രാബ്ദങ്ങളുടെ ചരിത്ര സ്മൃതികളുമായി ചേർപ്പുങ്കൽ മാർസ്ലീവ ഫൊറോന പള്ളി. ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ രക്ഷാദൂതുമായി കേരളത്തിൽ വന്ന തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ ദിവ്യഭൂമിയാണിവിടം. കേരളത്തിലെ പ്രശസ്തവും പുരാതനവുമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം. നാനാജാതി മതസ്ഥർ നിത്യവും മാർസ്ലീവായെ വണങ്ങുവാനെത്തുന്നു ഇവിടെ. എല്ലാവരും ഭക്ത്യാദരവോടെ ഇവിടത്തെ ഉണ്ണീശോയെ മാർസ്ലീവ മുത്തപ്പൻ എന്ന് വിളിക്കുന്നു. ചേർപ്പുങ്കലെ ആദ്യ പള്ളിയും ആദ്യ ക്രൈസ്തവ സമൂഹവും തോമാ ശ്ലീഹ കുരിശ് നാട്ടി സ്ഥാനനിർണയം ചെയ്ത ഈ പുണ്യതടത്തിൽ രൂപം കൊണ്ടു. ആ കഥ ഇങ്ങനെ. ഒരിക്കൽ സെയിന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന യഹൂദ കച്ചവടക്കാർക്കൊപ്പം മീനച്ചിലാറിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം ആറിന്റെ വടക്കേക്കരയിൽ 7 പീടികകളുള്ള അങ്ങാടിയിലിറങ്ങി. അവിടെ വാലേമറ്റം പുരയിടത്തിൽ നാടൻ പന്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ തോമാ ശ്ലീഹ കണ്ടു. അവരിൽ തുടരെ തുടരെ തോറ്റുകൊണ്ടിരുന്ന ടീമിനോട് താൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾ ജയിക്കുമെന്ന് സന്യാസി വേഷക്കാരനായ അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്യണമെന്നായി കുട്ടികൾ? ഒരു കമ്പൊടിച്ചുകൊണ്ടുവരുവാൻ ശ്ലീഹ കൽപ്പിച്ചു. കുട്ടികൾ അതനുസരിച്ചു. തോമാ ശ്ലീഹ ആ കമ്പൊടിച്ച് കുരിശാകൃതിയിൽ കെട്ടി തോറ്റുകൊണ്ടിരുന്ന ടീമിന്റെ ഭാഗത്ത് നാട്ടി. പിന്നീടുള്ള കളികളിൽ ജയമെല്ലാം കുരിശിന്റെ ഭാഗത്ത് കളിച്ച ടീമിനായിരുന്നു. അതോടെ ആ ദിവ്യനെ കാണാൻ നാട്ടുകാർ കൂടി. അദ്ദേഹം അവർക്ക് ക്രിസ്തു ചരിത്രവും മാർഗവും ഉപദേശിച്ചു കൊടുത്തു. വിശ്വസിച്ചവർ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി. അങ്ങനെ ആ വാലേ പീടികമുറ്റത്ത് ശ്ലീഹ കുരിശ് നാട്ടിയ സ്ഥലത്ത് ചേർപ്പുങ്കലെ ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടു. അവർക്ക് സ്ഥിരം സമ്മേളിക്കാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുമായി അവിടെ ഒരു കൂടാരം പണിതു. ശ്ലീഹ തന്റെ ചെരുപ്പ് അവിടെ വെച്ചിട്ടാണ് പോയത്. ചെരുപ്പ് വച്ച സ്ഥലം പിന്നീട് ചേർപ്പുങ്കലായി. അവിടെ വടക്കേക്കരയിൽ പണിത കൂടാരം ആദ്യത്തെ പള്ളിയുമായെന്നാണ് ചരിത്ര വിശ്വാസം. AD 101
പള്ളി മീനച്ചിലാറിന്റെ തെക്കേക്കരയിലേക്ക് മാറ്റിപ്പണിതു. പൂഞ്ഞാർ തമ്പുരാന്റെ കൽപ്പന പ്രകാരം ബന്ധുക്കളായ കല്ലമ്പള്ളി ഇല്ലക്കാരായിരുന്നു പള്ളി തെക്കേക്കരയിലേക്ക് മാറ്റിപ്പണിയാൻ സർവസഹായവും നൽകിയത്. കല്ലമ്പള്ളി ഇല്ലത്തെ ഹരിചന്ദ്രൻ നമ്പൂതിരിയുടെ അഭ്യർത്ഥന പ്രകാരം നാടുവാഴി തെക്കേക്കരയിൽ 1096 സ്ഥലമനുവദിച്ച് താളിയോലയിൽ നീട്ടെഴുതി. ഇത്താക്ക് ഇട്ടിയവരായുടെ പേർക്കായിരുന്നു ആ നീട്ട്. നടക്കാങ്കുന്ന് ഇല്ലക്കാരനായിരിക്കെ ക്രിസ്തുമാർഗം സ്വീകരിച്ച ശങ്കര നമ്പൂതിരിയാണ് ഈ ഇത്താക്ക് ഇട്ടിയവര. അദ്ദേഹത്തിന് ലഭിച്ച അനുവാദപ്രകാരം പള്ളി പണിയുവാൻ ചെന്നപ്പോൾ ഹൈന്ദവരായ പണിക്കശ്ശേരിൽ കുടുംബക്കാർ നട്ടിരുന്ന ചേന പറിച്ചു മാറ്റിക്കൊടുത്തു. ഇതിന് പ്രതിനന്ദിയായി പണിക്കശ്ശേരിൽ കുടുംബത്തേക്ക് ആണ്ടുവട്ടത്തിലൊരിക്കൽ അപ്പവും മറ്റു നേർച്ച സാധനങ്ങളും നൽകി വരുന്ന പതിവ് ഇന്നും തുടരുന്നു. കല്ലമ്പള്ളി ഇല്ലവും ചേർപ്പുങ്കൽ പള്ളിയുമായുള്ള സാഹോദര്യത്തിനും കുറവൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ വർഷവും സെപ്റ്റംബർ 14 ആഘോഷിക്കുന്ന കല്ലിട്ട തിരുനാളിൽ പ്രധാന അൾത്താരയിൽ കല്ലമ്പള്ളി ഇല്ലക്കാർക്കു വേണ്ടി നട തുറന്ന കുർബാന അർപ്പിക്കുന്ന പതിവിന് ഇന്നുവരെ മുടക്കം വന്നിട്ടില്ല. മാത്രമല്ല, കല്ലമ്പള്ളി മനക്കിലേക്ക് എല്ലാ വർഷവും ഈ തിരുനാളിന്റെ ക്ഷണപത്രവും നൽകാറുണ്ട്. വിശ്വാസികളുടെ സംഖ്യ വർദ്ധിക്കുകയും പള്ളി അവരുടെ ആവശ്യങ്ങൾക്ക് അപര്യാപ്തമാകുകയും ചെയ്തതോടെ പുതിയൊരു പള്ളി പണിയേണ്ടത് ആവശ്യമായി വന്നു. അന്ന് പണിത പള്ളിയാണ് ഇന്നത്തെ ചെറിയ പള്ളി. വട്ടമറ്റത്തിൽ പീലിപ്പോസ് അച്ഛനാണ് ഇത് പണിയാൻ നേതൃത്വം കൊടുത്തത്. കാലാന്തരത്തിൽ ഈ പള്ളിയും ആവശ്യത്തിന് മതിയാകാതെ വന്നതിനെ തുടർന്ന് വലിയൊരു പള്ളി പണിയുവാൻ തീരുമാനമെടുത്തു. 1905 പള്ളി പണി ആരംഭിച്ചു. കിഴക്കേക്കര മത്തായി അച്ഛനായിരുന്നു അന്നത്തെ വികാരി. പള്ളത്തുകുഴി തോമസ് അച്ഛൻ വികാരിയായിരിക്കുമ്പോൾ 1912 പണി പൂർത്തിയായി. ഗോഥിക് ശില്പമാതൃകയിലുള്ള നിർമ്മിതിയാണ് ദേവാലയത്തിൻ്റെത്. മദ്ബഹയിൽ അൾത്താരയ്ക്ക് മേൽ സ്ഥാപിച്ചിട്ടുള്ള പേർഷ്യൻ ക്രൂശിത ചിത്രം പ്രസിദ്ധമാണ്. 10 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ദിവ്യ ആലേഖ്യമാണിത്. രണ്ടായിരം വർഷത്തിന്റെ പൗരാണികത്വം സ്വന്തമായുള്ള ചേർപ്പുങ്കൽ പള്ളി ശില്പകലയും ചിത്രകലയും സമന്വയിക്കുന്ന ഒരു ഉത്തമ കലാസൃഷ്ടി കൂടിയാണ്. ആകാശത്തിന്റെ അകലങ്ങളെ സ്വന്തമാക്കിയ 3 മുഖവാരങ്ങളും മണിമാളികയും കൂറ്റൻ തൂണുകളും മനോഹരമായ ആർച്ചുകളും കൊണ്ട് പ്രൗഢമായ ദേവാലയത്തിന്റെ ഉള്ളിലെ വിശ്വാസ രഹസ്യങ്ങളുടെ ആലേഖനം സുവിശേഷം പകരുന്ന സനാതന ചിന്തകൾ ഉണർത്തുന്നവയാണ്. ചുവർചിത്രകലയിലൂടെ പഴയ നിയമവും പുതിയ നിയമവും പുനരാവിഷ്കരിക്കപ്പെടുന്ന മദ്ബഹ അന്ത്യവിധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വാനമേഘങ്ങളിൽ മഹിമയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന മിശിഹ, അവിടുത്തെ വലത്തുഭാഗത്ത് ത്രിലോകരാജ്ഞിയായ പരിശുദ്ധയമ്മ, മാലാഖമാരുടെ കാഹളം, വിശുദ്ധ മന്ദഹാസങ്ങളുടെ പ്രഭ, ഇവയൊക്കെ വർണ്ണങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇവിടെ. കൊത്തുപണികൾ കൊണ്ട് മനോജ്ഞമായ ഗോപുരങ്ങൾ പശ്ചാത്തല ഭംഗി നൽകുന്ന പ്രധാന അൾത്താരയിൽ വാനവൃന്ദം അകമ്പടി നിൽക്കുന്ന മനോഹരമായ സക്രാരി, ഭക്തിയും കലയും സമന്വയിക്കുന്ന ദൈവത്തിന്റെ ഈ വാസസ്ഥാനം മനസ്സിനെ തണുപ്പിക്കുന്നു. ഹൃദയത്തിൽ കരുണയുടെ മഴത്തുള്ളികൾ നിറയ്ക്കുന്നു. ആത്മീയതയുടെ മറക്കപ്പെടാത്ത മുദ്രകളായി
ദേവാലയത്തിന്റെ ഇരുപാർശ്വങ്ങളിലും ശ്ലീഹന്മാരുടെ രൂപങ്ങൾ. ക്രിസ്തുവിനെ അറിഞ്ഞവർ, തലമുറകളിലേക്ക് സ്നേഹത്തിന്റെ ആ പുണ്യതീർത്ഥത്തെ പകർന്നവർ. വിശുദ്ധ അന്ത്രയോസ്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ ജോൺ, വിശുദ്ധ തദേവൂസ്, വിശുദ്ധ ശിമയോൻ, പത്രോസ് ലീഹ, വിശുദ്ധ ബർത്തലോമിയ, പൗലോസ് ലീഹ, വിശുദ്ധ ജെയിംസ്, വിശുദ്ധ മത്തായി, വിശുദ്ധ ഫിലിപ്പോസ്, വിശുദ്ധ തോമസ്. സ്വർഗത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഈ ജാലകങ്ങളും ചേർപ്പുങ്കൽ പള്ളിയുടെ ധന്യതയാണ്. ഉത്ഭവ പാപത്തിന്റെ കറകഴുകി ഒരുവൻ ആദ്യ നൈർമല്യത്തിലേക്ക് പിറക്കുന്നത് ഇവിടെ. സഹനത്തിന്റെ സ്നാനം സ്വീകരിക്കുവാൻ ക്രിസ്തു ശിഷ്യൻ മുങ്ങിപ്പൊങ്ങേണ്ട തീർത്ഥഘട്ടം ഇത്. മാമോദീസ തൊട്ടി. ക്രിസ്ത്യാനിയുടെ ജീവിതം ഇവിടെ തുടങ്ങുന്നു. വചനവേദിക്ക് മുകളിൽ ചിത്രീകരിച്ചിട്ടുള്ള കാൽവരി ക്രൈസ്തവന് ഗാഗുൽത്തായിലേക്കുള്ള ക്ഷണമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആയിരത്തി 1984 ഈ പള്ളി ഫൊറോനയായി ഉയർത്തപ്പെട്ടു. ചേർപ്പുങ്കൽ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട അബ്രാഹം കണിയാമ്പടിക്കൽ അച്ഛനാണ്. സഹവികാരിയായി ചെറിയാൻ കുന്നക്കാട്ടച്ഛനും സേവനമനുഷ്ഠിക്കുന്നു. ഇവർക്ക് കീഴിൽ 4 കൈക്കാരന്മാരും 44 അംഗ പള്ളി യോഗവും ചേർന്നാണ് ഇടവകയുടെ ഭരണസാരഥ്യം വഹിക്കുന്നത്. ചേർപ്പുങ്കൽ പള്ളിയുടെ കുരിശടിയെ തഴുകിയൊഴുകുന്ന മീനച്ചിലാറിന് കുറുകെ പള്ളിക്കടവിൽ 1986 ഒരു പാലം പണിതീർത്തു. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ പാലമാണിതെന്നതും ചരിത്രമാണ്. പാലം വന്നതോടെയാണ് ചേർപ്പുങ്കലിൽ ആധുനികതയുടെ അധ്യായം ആരംഭിക്കുന്നത്. 2000 കൊല്ലത്തെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സുവർണ ഗോപുരം പോലെ നിൽക്കുന്ന മീനച്ചിലാറിന്റെ വടക്കേക്കര കുമ്മണ്ണൂരിലെ സെന്റ് തോമസ് സ്മാരകം 1985 ഇത് ഇന്നത്തെ രൂപത്തിൽ പുനർനിർമ്മിച്ചത്. ചേർപ്പുങ്കൽ ടൗണിലെ കുരിശുപള്ളി ആധുനിക ശില്പകലയുടെ മകുടോദാഹരണമാണ്. 1991 ഓഗസ്റ്റ് 7 പാലാരൂപതയുടെ അഭിവന്യ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ ഈ കപ്പേളയുടെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. അന്നുമുതൽ ചേർപ്പുങ്കൽ ടൗണിന്റെ ചൈതന്യമായി കുടത്തേലുണ്ണി പുഞ്ചിരി തൂക്കി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് വാണരുളുന്നു. ഇത് സെയിന്റ് ആന്റണീസ് കപ്പേള, ചേർപ്പുങ്കലിലെ ആദ്യ കുരിശുപള്ളി. ചേർപ്പുങ്കൽ ടൗൺ ആരംഭിക്കുന്നത് ഇവിടെ നിന്ന്. പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം പകരുന്ന ചെമ്പ്ളാവ് ഗ്രോട്ടോ ഒരു കരയുടെ മുഴുവൻ സ്വപ്ന സാക്ഷാത്കാരമാണ്. ചേർപ്പുങ്കൽ പള്ളിയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ളാവ് പ്രദേശത്തിന്റെ ആധ്യാത്മിക വെളിച്ചമാണ് ഈ ഗ്രോട്ടോ. ചേർപ്പുങ്കൽ കൊടുവനാൽ റൂട്ടിൽ കിഴവംകുളത്ത് സ്ഥാപിതമായ സെയിന്റ് തെരേസാസ് കപ്പേള ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം കൈമുതലായുള്ള കുരിശടിയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിലുള്ള നെയ്യൂർ കപ്പേളയും ചേർപ്പുങ്കൽ പള്ളിയുടെ ആദ്യകാല കുരിശുപള്ളികളിലൊന്നാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ഇവിടെ ഭക്ത്യാദരപൂർവം കൊണ്ടാടുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനവും കാത്ത് പുനരുത്ഥാനത്തോട്ടം. പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കാൻ അവർക്കായി
ഒരു പിടി പൂക്കളർപ്പിക്കാൻ, സ്നേഹത്തിന്റെ തിരിതെളിക്കാൻ ഇടവകാംഗങ്ങൾ എത്തുന്നത് ഇവിടെ. ചേർപ്പുങ്കൽ മാർ സ്ലീവാ പള്ളി ജാതിമത ഭേദമന്യേ ഏവർക്കും അത്ഭുത ഫലസിദ്ധിയുടെ കേദാരമാണ്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും, പ്രത്യേകിച്ച് ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് ഭക്തർ വന്നു നിറയുന്ന പുണ്യസ്ഥലമാണിത്. ശരണാർത്ഥികളുടെ സഞ്ചയം സജീവമാക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വളർച്ച ഉണ്ണീശോയുടെ അനുഗ്രഹ വർഷത്തിന് തെളിവാണ്. പഴമക്കാർ കുടത്തേലുണ്ണി എന്ന് വിളിക്കുന്നു ഇവിടുത്തെ മുത്തപ്പനെ. പൊൻകുടി പിടിച്ച് തങ്കത്തരിവളയണിഞ്ഞ് ഭൂഗോള സിംഹാസനത്തിൽ മധുര മന്ദഹാസത്തോടെ നിൽക്കുന്ന ഉണ്ണിയേശുവിന്റെ തിരുരൂപത്തിന് മുൻപിലെ കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടെ പ്രധാന നേർച്ചയാണ്. 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ചേർപ്പങ്കൽ പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് സായുജ്യമടയുന്ന തീർത്ഥാടകരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർ സ്ലീവാ മുത്തപ്പന്റെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് തീർത്ഥാടകരെ ചേർപ്പങ്കൽ പള്ളിയിലേക്ക് ആകർഷിക്കുന്നത്. ദിവ്യബലിയും നൊവേനയുമാണ് ആദ്യ വെള്ളിയാഴ്ചയിലെ പ്രധാന തിരുക്കർമ്മങ്ങൾ. പുലർച്ചെ 4:15 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ഓരോ മണിക്കൂറിലും ദിവ്യബലിയും നൊവേനയുമുണ്ട്. ഉണ്ണിയേശുവിന്റെ തിരുമുമ്പിൽ അടിമ വയ്ക്കുവാനും വാഹനങ്ങൾ വെഞ്ചരിക്കുവാനും എത്തുന്ന വിശ്വാസികൾക്ക് എല്ലാ ദിവസവും അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. കാണണേ നിൻമിഴിക്കോണുകളിൽ കീഴിടുന്ന എന്നെയും സ്നേഹദാതാവേ. കാണണേ നിൻമിഴിക്കോണുകളിൽ കീഴിടുന്ന എന്നെയും സ്നേഹദാതാവേ. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. കാണണേ നിൻമിഴിക്കോണുകളിൽ കീഴിടുന്ന എന്നെയും സ്നേഹദാതാവേ. മീനച്ചിലാറിന്റെ പൊൻതിരുമുറ്റത്ത് വിശ്വത്തിൻ വിളക്കായി ചേർപ്പുങ്കൽ പള്ളി. മീനച്ചിലാറിന്റെ പൊൻതിരുമുറ്റത്ത് വിശ്വത്തിൻ വിളക്കായി ചേർപ്പുങ്കൽ പള്ളി. മാനവജന്മങ്ങൾ കണ്ടറിഞ്ഞു വിശ്വസിപ്പു തവ തിരുസാന്നിധ്യവും
ഉണ്ണിയേശുവേ മുത്തപ്പ, ചേർപ്പുങ്കൽ മുത്തപ്പ, മുത്തപ്പ, ചേർപ്പുങ്കൽ മുത്തപ്പ. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. ആദ്യത്തെ വെള്ളിയിൽ അൾത്താരവേദിയിൽ നിരന്നിടും അണിയായി ഞങ്ങളെന്നും. ആദ്യത്തെ വെള്ളിയിൽ അൾത്താരവേദിയിൽ നിരന്നിടും അണിയായി ഞങ്ങളെന്നും. പൊന്നിൻ കുരിശിൽ എണ്ണ ഒഴുക്കി നമിച്ചിടും, തിരിവച്ചു തൊഴുതിടും ഉണ്ണിയേശുവേ മുത്തപ്പ, ചേർപ്പുങ്കൽ മുത്തപ്പ, മുത്തപ്പ, ചേർപ്പുങ്കൽ മുത്തപ്പ. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. കാണണേ നിൻമിഴിക്കോണുകളിൽ കീഴിടുന്ന എന്നെയും സ്നേഹദാതാവേ. കാണണേ നിൻമിഴിക്കോണുകളിൽ കീഴിടുന്ന എന്നെയും സ്നേഹദാതാവേ. ചേർപ്പുങ്കൽ പള്ളിയിലെ പുണ്യരൂപമേ, ആശ്വാസ കുളിർ പകരും ദിവ്യരൂപമേ. കെടാവിളക്ക് ദിവ്യ ഉണ്ണി നമ്മുടെ ഉള്ളിൽ തെളിച്ചു വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ജ്വാലയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ പകരുന്ന എണ്ണ സ്നേഹമാണ്, ദൈവസ്നേഹവും പരസ്നേഹവും. നാനാജാതി മതസ്ഥർ കെടാവിളക്കിലേക്ക് പകരുന്ന എണ്ണ വിശ്വസാഹോദര്യത്തിന്റെ മഹത്തായ മാതൃകയാണ് കാണിക്കുന്നത്. ഈ വിളക്കിൽ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ഭക്തരുടെയും ആഗ്രഹം നിറവേറിയിരിക്കും. മുത്തപ്പന്റെ വിളക്കിലെ അത്ഭുത സിദ്ധിയുള്ള എണ്ണ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. ഉണ്ണിയേശുവിന് സ്വർണം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് ഫലസിദ്ധി നേടുന്നവരാണ് ഏറെയും. ചേർപ്പുങ്കൽ പള്ളിയിലെ പ്രധാന നേർച്ചയും ഇതുതന്നെയാണ്. ആദ്യ വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, മറ്റ് വെള്ളിയാഴ്ചകളിലും സാധാരണ ദിവസങ്ങളിൽ പോലും സ്വർണവളയും മാലയും മോതിരവും നേർച്ചയായി കാഴ്ചവെക്കുന്ന ഭക്തരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നത് ഉണ്ണിയേശു നൽകുന്ന അളവില്ലാത്ത അനുഗ്രഹങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന നേർച്ച നട തുറന്നു കുർബാനയാണ്. തോമാശ്ലീഹായുടെ പാദസ്പർശമേറ്റ വടക്കേക്കരയിലെ പള്ളി തെക്കേക്കരയിലേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രസിദ്ധമായ പേർഷ്യൻ ക്രൂശിത ചിത്രം പള്ളിയുടെ അൾത്താരയ്ക്ക് മേൽ സ്ഥാപിച്ച് കതകുകൊണ്ടടച്ചു. ആ കതക് തുറന്നർപ്പിക്കുന്ന കുർബാനയാണ് നട തുറന്ന കുർബാന. ഇത് ചൊല്ലിച്ചാൽ അത്ഭുത ഫലസിദ്ധിയാണെന്ന് ജാതിമത ഭേദമന്യേ ആളുകൾ വിശ്വസിക്കുന്നു. ദൈവാരാധനയുടെ പുണ്യമുഹൂർത്തങ്ങളിലേക്ക് പ്രാർത്ഥനകൾ പെയ്തിറങ്ങുന്ന ഞായറാഴ്ചകളിലെ സായാഹ്നം.
പുതിയ വാഹനങ്ങൾ വെഞ്ചിരിപ്പും ഇവിടെ പ്രധാനമാണ്. ആവശ്യങ്ങൾക്കായി വന്നു പ്രാർത്ഥിക്കുന്നവരെക്കാൾ ആവശ്യങ്ങൾ സാധിച്ചതിന് കൃതജ്ഞതാ ഹൃദയത്തോടെ എത്തുന്നവരാണ് ഇവിടെ ഏറെയും. വ്രണിത ഹൃദയരുടെ നൊമ്പരങ്ങൾക്കും തിരസ്കൃതരുടെ ഏകാന്തതയ്ക്കും പരിഹാരവും ശമനസ്ഥാനവുമാണ് മാർ സ്ലീവായുടെ ഈ ദിവ്യസന്നിധി. പശ്ചാത്താപ വിവശരായവരുടെ ഹൃദയങ്ങളെ ബലിയോട് ചേർത്ത് വിമലീകരിക്കുന്ന പരിഹാര നേർച്ചയും ദുഃഖവെള്ളിയാഴ്ചകളിൽ ദേവാലയത്തിന് ചുറ്റും നടത്തുന്ന നീന്തു നേർച്ചയും പാസ് രൂപം വഹിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയും അനേകായിരങ്ങൾക്ക് സൗഖ്യവും ചൈതന്യവും പകരുന്നവയാണ്. ദേവാലയ ചുവരുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശിന്റെ വഴിയുടെ ചിത്രങ്ങൾ കാൽവരി യാത്രയുടെ വേദനകളും വിശുദ്ധ ചിന്തകളും ഭക്തരുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. ഉണ്ണീശോയുടെ ചേതനാചാര തിരുനാളാണ് ചേർപ്പുങ്കൽ പള്ളിയിലെ പ്രധാന തിരുനാൾ. ദർശന തിരുനാളെന്നും ഇതറിയപ്പെടുന്നു. ദൈവത്തിന്റെ ഹൃദയം മണ്ണിനെ സ്പർശിക്കുന്ന ഡിസംബർ. സ്നേഹത്തിന്റെ മഞ്ഞലകൾ നിസ്വന്റെ ഹൃദയത്തിലേക്ക് പടരുന്ന പുണ്യമുഹൂർത്തം ക്രിസ്മസ്. ശൈശവ സ്മൃതിയുടെ ഉത്സവം. ദൈവം മനുഷ്യന്റെ കൈകളിൽ കണ്ണു ചിമ്മിക്കിടക്കുന്ന വിസ്മയ കാഴ്ച. കുളിരകറ്റാനായി തീനാളങ്ങളുടെ സവിധേ സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന തണുപ്പിന്റെ ഈ രാത്രിയിൽ ചേർപ്പുങ്കൽ പള്ളിയിലെ പ്രധാന തിരുനാളിന് കൊടിയേറ്റം. യേശുവിന്റെ തിരുപ്പിറവിക്ക് ഇടമരുളിയ ബത്ലഹമിന്റെ പുനഃസൃഷ്ടിയാണ് ചേർപ്പുങ്കൽ പള്ളിയിലെ പുൽക്കൂട്. മിന്നിവിരിയുന്ന വർണ്ണ വെളിച്ചങ്ങളും കുളിരുവാരി വിതറുന്ന മഞ്ഞുമലകളും ആട്ടിൻപറ്റം മേയുന്ന താഴ്വരകളും കുടിലുകൾ നിറഞ്ഞ ഗ്രാമവും എന്തിന് ഹെറോദേസിന്റെ കൊട്ടാരം വരെ ഇവിടെ പുനർജനിക്കുന്നു. നക്ഷത്രങ്ങളെയും കാലികളെയും സാക്ഷിയാക്കി ഒരു രക്ഷകന്റെ ജനനം. തുടർന്ന് 8 ദിവസം ഭക്തിനിർഭരമായ തിരുനാൾ ആഘോഷങ്ങൾ. ഡിസംബർ 26 രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ ദിവ്യകാരുണ്യ ആരാധന. 3-ാം ദിവസം വൃദ്ധദിനമായാണ് ആചരിക്കുന്നത്. 28 ശിശുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആശീർവാദവും. ഇത് ശിശുദിനമായി ആചരിക്കുന്നു. തിരുനാൾ ദിനങ്ങളിൽ ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ഈ ദേവാലയം കണ്ണിനും കരളിനും പകരുന്ന നിർവൃതി വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവാതെ പോകുന്നു. ആചാരങ്ങൾ ആത്മീയതയ്ക്ക് ഉണർവ് പകരുന്ന ചടങ്ങുകളും ചേർപ്പുങ്കൽ പള്ളിക്ക് സ്വന്തം. അത്തരത്തിലുള്ള ഒരു ചടങ്ങാണ് ഇലയിത്തോറന്മാരുടെ വാഴ്ച. ഇടവകാംഗങ്ങളിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന 19 പേർ ചേർന്നതാണ് ഉണ്ണീശോയുടെ ദർശന സമൂഹം. തിരുനാൾ ദിനമായ ഡിസംബർ 30 തെരഞ്ഞെടുപ്പ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് തൊട്ടു മുൻപുള്ള വർഷത്തെ ദർശന സമൂഹമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുനാളിന് ശേഷമാണ് പുതിയ ദർശന സമൂഹം നിലവിൽ വരുന്നത്. അടുത്ത തിരുനാൾ കഴിയും വരെ ഇവർക്ക് ബലിയർപ്പണത്തിന്റെയും പ്രത്യേക പ്രാർത്ഥനകളുടെയും കാലമാണ്. ദർശനക്കാർക്ക് പ്രത്യേക സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്.
തിരുനാൾ പ്രസിദ്ധേന്തിയുടെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്നവർ യഥാക്രമം ശിശുദോർ, ട്രക്തോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തിരിതെളിക്കൽ, കുരിശു വഹിക്കൽ എന്നീ അനുഷ്ഠാനങ്ങൾ ഇസ്കിമോൻ എന്ന സ്ഥാനക്കാരന്റെ അവകാശമാണ്. മരിച്ചവരുടെ ട്രക്തോരന്മാർ 2 പേരാണ്. ജന്മദോർ എന്ന സ്ഥാനം കപ്യാരുടെ അവകാശമാണ്. ഇവരെ കൂടാതെ 13 സ്ഥാനക്കാരും ചേർന്നതാണ് ഇലക്തോറന്മാർ അല്ലെങ്കിൽ ദർശനക്കാർ. ദർശന സമൂഹത്തെ വാഴിക്കൽ തിരുനാളിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. 5-ാം ദിനമായ 29-നാണ് ഈ ചടങ്ങ്. തിരുനാളിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ചടങ്ങാണ് പൊലികൊടുക്കൽ. തിരുനാൾ പ്രസിദ്ധേന്തി പള്ളിയിലെ ജീവനക്കാർക്കായി നൽകുന്ന സമ്മാനം. വികാരിയച്ചൻ ദർശന സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ നൽകുന്ന ചടങ്ങാണിത്. തിരിയും മുടിയും കൊടുക്കൽ, പൂക്കളർപ്പിക്കൽ, രൂപം ചുംബനം എന്നീ ചടങ്ങുകളും ഇലക്തോർ വാഴ്ചയ്ക്ക് പ്രതീകാത്മക ഭംഗി നൽകുന്നവയാണ്. തിരുനാൾ പ്രദക്ഷിണങ്ങളിൽ ഉണ്ണിയേശുവിന്റെ രൂപം സംവഹിക്കുന്നത് ദർശന സമൂഹമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. മാർ ശ്ലീവാ മുത്തപ്പന്റെ ഹൃദയം നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ നീർച്ചാൽ നെഞ്ചിലേറ്റുവാനുള്ള അസുലഭ അവസരമായാണ് ഇടവകക്കാർ ഇലക്തോർ സ്ഥാനത്തെ കാണുന്നത്. ചേർപ്പുങ്കൽ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഇടവകയുടെ 4 കരകളിൽ നിന്നും പള്ളിയിലേക്ക് പ്രത്യേക പ്രദക്ഷിണങ്ങൾ പുറപ്പെടുന്നു. നെയ്യൂർ കപ്പേളയിൽ നിന്നും 29-ന് വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന ജപമാല പ്രദക്ഷിണമാണ് ആദ്യത്തേത്. കത്തിച്ച മെഴുകുതിരികളുമായി ജപമാലയുമേന്തി ജപമാല ചൊല്ലി പള്ളിയിലേക്കുള്ള പ്രദക്ഷിണം മരിയ ഭക്തിയുടെ പ്രഖ്യാപനമാണ്. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, സുസ്മി, കർത്താവ് അങ്ങയുടെ കൂടെ. 30-ന് വൈകുന്നേരം 7:30-ന് ചെമ്പ്ലാവ് ഗ്രോട്ടോയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രദക്ഷിണം ഒരു കരയുടെ മുഴുവൻ കൃതജ്ഞതാ പ്രകാശനമാണ്. തീയതി വൈകുന്നേരം 5 മണിക്ക് ഉണ്ണീശോയുടെ തിരുസ്വരൂപം ചെറിയ പള്ളിയിൽ വെച്ച് അണിയിച്ചൊരുക്കുന്നു. പിന്നീട് തിരുസ്വരൂപത്തെ കുരിശും മുത്തുക്കുടകളും വാദ്യഘോഷങ്ങളും അകമ്പടി നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് മോണ്ടളത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഇതൊരു പ്രധാന ചടങ്ങാണ്. തിരുസ്വരൂപം ചെറിയ പള്ളിയിൽ നിന്ന് മോണ്ടളത്തിലേക്ക് ആനയിക്കുന്ന സമയത്ത് ഭക്തർക്ക് സ്വർണ്ണാഭരണങ്ങൾ നേരിട്ട് തിരുസ്വരൂപത്തിൽ ചാർത്താവുന്നതാണ്. തോമാ ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ് ധന്യമായ സെയിന്റ് തോമസ് സ്മാരകത്തിൽ നിന്നും 31-ന് വൈകിട്ട് 6:30-ന് ആരംഭിക്കുന്ന പ്രദക്ഷിണം ഭക്തിനിർഭരവും വാദ്യഘോഷങ്ങളുടെ പ്രൗഢി തുളുമ്പുന്നതുമാണ്. ചേർപ്പുങ്കൽ ടൗൺ ചുറ്റി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ വിതറി കടന്നുവരുന്ന
ഉണ്ണിമുത്തപ്പനെ പള്ളിയുടെ പ്രധാന കവാടത്തിൽ വിശുദ്ധരും പൂജരാജാക്കന്മാരും ചേർന്ന് സ്വീകരിക്കുന്നു. പ്രദക്ഷിണം പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നിറങ്ങൾ പൊട്ടിച്ചിതറുന്ന കരിമരുന്ന് കലാപ്രകടനമാണ്. തുടർന്ന് ദേവാലയത്തിൽ നടത്തപ്പെടുന്ന വർഷാർത്ഥനയിലും വർഷാരംഭ പ്രാർത്ഥനയോടുകൂടിയ ദിവ്യബലിയിലും പങ്കെടുത്ത് ആത്മനിർവൃതി നേടി ഭക്തർ മടങ്ങുന്നു. പുതുവർഷ ദിനമായ ജനുവരി 1 തിരുനാൾ റാസയുടെ ഭക്തി നിർവൃതിയിൽ ജനം സ്വയം മറക്കുന്നു. പിന്നെ കുരിശു ചുറ്റിയുള്ള ആഘോഷകരമായ പ്രദക്ഷിണമാണ്. കൺപോളകൾ കൂമ്പിപ്പോകുന്ന കൊടും വെയിലിനെ അവഗണിച്ചുകൊണ്ട് മുത്തപ്പന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ സൂക്തങ്ങളുമായി ഭക്തർ അണിനിരക്കുന്നു. പൂജരാജാക്കന്മാരും വിശുദ്ധരും ചെറിയ പള്ളിയിൽ നിന്നിറങ്ങി ഉണ്ണീശോയ്ക്ക് അകമ്പടി സേവിക്കുന്നു. വലിയ പള്ളിയിൽ നിന്നും സർവാഭരണ വിഭൂഷിതനായി ചേർപ്പുങ്കൽ മുത്തപ്പൻ ഭക്തരുടെ ഇടയിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ തണൽ തണുപ്പുമായി. സായന്തനത്തിൽ കെഴുവാങ്കുളം കപ്പേളയിൽ നിന്ന് ഉണ്ണീശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പുറപ്പെടും. പുതുവർഷത്തിലെ ആദ്യ സായാഹ്നം ഉണ്ണീശോയോടൊപ്പം ആഘോഷിക്കുന്ന കെഴുവംകുളം നിവാസികൾ അവരുടെ മനസ്സ് നിറയെ അലിവിന്റെ മഞ്ഞുകണങ്ങൾ പൊഴിച്ചുകൊണ്ട് എഴുന്നള്ളുന്ന മുത്തപ്പൻ മുന്നിൽ കിട്ടിയ പുതുവർഷത്തെ കൃതജ്ഞതയോടെ നെഞ്ചിലേറ്റി നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയാണവർ നന്ദി നിറഞ്ഞ മനസ്സോടെ. തങ്ങളിൽ നിന്ന് വേർപെട്ട് നിത്യതയുടെ തീരമണഞ്ഞ് ഇടവകാംഗങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോടെ ജനുവരി 2 പ്രധാന തിരുനാളിന് കൊടിയിറങ്ങുന്നു. നെയ്യൂർ പള്ളിയിൽ നിന്ന് നടത്തപ്പെടുന്ന ആഘോഷമായ പ്രദക്ഷിണത്തോടെയുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്.
സെപ്റ്റംബർ 14 ആഘോഷിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കല്ലിട്ട തിരുനാൾ എന്നറിയപ്പെടുന്നു. തിരുസഭ അനുവദിച്ചിട്ടുള്ള വിശുദ്ധരുടെ തിരുനാളുകളെല്ലാം ചൈതന്യ തികവോടെ ചേർപ്പുങ്കൽ പള്ളിയിൽ ആഘോഷപൂർവം കൊണ്ടാടുക പതിവാണ്. ചുറ്റുമതിലും അലങ്കാര ഗോപുരങ്ങളും കൊണ്ട് മനോജ്ഞമായ മാർ സ്ലീവാപ്പള്ളി കൗതുകമുണർത്തുന്ന ചരിത്രരേഖകളുടെ സൂക്ഷിപ്പിടം കൂടിയാണ്. രാജഭരണകാലത്തെ താളിയോലകളും പള്ളി പണിയാൻ നാടുവാഴിയെഴുതിയ അനുവാദ നീട്ടുകളും ഇന്നും ഇവിടത്തെ ചരിത്രശേഖരത്തിലുണ്ട്. തുന്നൽ കലയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന തിരുവസ്ത്രങ്ങളുടെ ശേഖരം, സാധാരണക്കാരെയും പുരാവസ്തു ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒട്ടേറെ പുരാതന ഉപകരണങ്ങൾ. തിരുനാൾ റാസയ്ക്ക് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. വെള്ളി നൂൽ കൊണ്ടുള്ള അലങ്കാര പണികൾ നൂറ്റാണ്ടിന്റെ പൈതൃകം അവകാശപ്പെടുന്നവയാണ്. ചരിത്രം കാത്തുവച്ചിട്ടുള്ള ഈ കൗതുകങ്ങൾ ഒരു ദേശത്തിന്റെ കലാപൈതൃകത്തെ മാത്രമല്ല, അവർ ആധ്യാത്മികതയ്ക്കും ആചാരങ്ങൾക്കും നൽകിയ പ്രാമുഖ്യത്തെ കൂടിയാണ് കാണിക്കുന്നത്. തൂക്കുവിളക്കിന്റെ വിവിധ മാതൃകകൾ ലോഹത്തിൽ തീർത്ത കലാരൂപങ്ങൾ തന്നെയാണ്. ചക്രമളക്കുന്ന രാശിപ്പലക, തീവട്ടികൾ, പഴയ തിരിക്കാലുകൾ, മഞ്ചൽ, വുഡ് കാർവ് ചെയ്ത പൂച്ചെണ്ടുകൾ, യേശുവിന്റെ പീഡാസഹനങ്ങളും മരണവും ഉത്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുരാതനവും ചരിത്രപരവുമായ തെളിവിന്റെ നേർക്കാഴ്ച കൊച്ചുപള്ളിയെ തീർത്ഥാടകരുടെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു. മൃതസംസ്കാരവേളയിൽ ഈശോയുടെ ശരീരം പൊതിയുവാനായി ഉപയോഗിച്ച കച്ചയിൽ പതിഞ്ഞ ക്രൂശിതന്റെ ചിത്രത്തിന്റെ ഫോട്ടോഗ്രാഫ് രക്ഷാകര സംഭവത്തിന്റെ ചരിത്ര സാക്ഷ്യമായി ഇവിടെ സൂക്ഷിക്കുന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ട രക്തപ്പാടുകളും മുറിവുകളും നിറഞ്ഞ ക്രിസ്തുവിന്റെ മുൻഭാഗത്തിന്റെയും പിൻഭാഗത്തിന്റെയും ചിത്രം ഈ ഫോട്ടോയിൽ വ്യക്തമായി കാണാം. ടൂറിനിലെ സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ തിരുക്കച്ചയുടെ നേർചിത്രവുമായി കാലത്തിന് മായ്ക്കാനാവാത്ത ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ചരിത്ര സ്മാരകം കൂടിയാകുന്നു ചേർപ്പുങ്കൽ മാർ സ്ലീവാപ്പള്ളി. സ്ട്രോങ് റൂമിന്റെ കേരളീയ പൈതൃകം, 7 പൂട്ടുകൾ. ചേർപ്പുങ്കൽ പള്ളിക്ക് ഇതും അന്യമല്ല.
ചരിത്ര സ്മൃതികൾക്ക് സുവർണ ശോഭയേകുന്ന സ്വർണക്കാസ ചേർപ്പുങ്കൽ പള്ളിയുടെ അഭിമാനമായി ശോഭിക്കുന്നു. ലോകരക്ഷയ്ക്കായി ദിവ്യനാഥൻ ചിന്തിയ തിരുരക്തത്തെ സ്വപ്നം കണ്ട് ബലിപീഠത്തിന്റെ ആത്മീയ വിശുദ്ധിയിലേക്ക് മിഴി തുറക്കുന്ന സ്വർണക്കാസ. ഇത് ക്രിസ്തു അർപ്പിച്ച ബലിയുടെ പവിത്രതയും ശുദ്ധതയും പേറി ചരിത്ര സ്മാരകങ്ങളുടെ രാജാവായി വാഴുന്നു. ക്രൈസ്തവന്റെ ജീവിതം തന്നെ ബലിയാവണം. കുരിശിന്റെ ഓരോ കാഴ്ചയും കാൽവരി ബലിയുടെ ഓർമ്മയുണർത്തുന്നു. കുരിശിന് ക്രൈസ്തവർ കൽപ്പിക്കുന്ന വില സ്വന്തം ജീവിതത്തിന്റെ വിലയാണ്. ജീവിതത്തിന്റെ തിളക്കവും വെളിച്ചവുമാണ് ഈ കുരിശുകൾ. ചേർപ്പുങ്കൽ പള്ളിയുടെ കീഴിൽ ഒട്ടേറെ സാമൂഹിക സ്ഥാപനങ്ങൾ ഇന്ന് വളർന്നു കഴിഞ്ഞു. 1917 ഒരു കളരിയായി തുടങ്ങിയ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് സ്കൂൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒന്നാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിളക്കമേകി നിൽക്കുന്ന BVM ഹോളി ക്രോസ് കോളേജ് ഈ ഇടവകയുടെ മുതൽക്കൂട്ടാണ്. പാലാ രൂപതയുടെ നേതൃത്വത്തിലുള്ള മാർ സ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗും ചേർപ്പുങ്കലിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാർ സ്ലീവ ഫൊറോന പള്ളിയുടെ ചരിത്രത്തിന് അത്യാധുനികതയുടെ മുഖം നൽകിയവരിൽ പ്രമുഖർ പെരിയ ബഹുമാനപ്പെട്ട വികാരിമാരായ ഫാദർ ഫ്രാൻസിസ് മൈലാട്ടൂർ, ഫാദർ അഗസ്റ്റിൻ കച്ചിറമറ്റം, ഫാദർ സിറിയക് കുന്നേൽ, ഫാദർ ഫ്രാൻസിസ് പാറപ്ലാക്കൽ എന്നിവരും ഇപ്പോഴത്തെ വികാരി പെരിയ ബഹുമാനപ്പെട്ട അബ്രാഹം കണിയാമ്പടിക്കൽ അച്ഛനുമാണ്. മാർ സ്ലീവ പാരിഷ് ഹാളിന്റെ നിർമ്മാണം, +2 ബ്ലോക്കിന്റെ പരിഷ്കരണം, 3.5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച BVM കോളേജ്, ദേവാലയ പരിസരം മൂടിപ്പിടിപ്പിക്കൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കൽ, ഇവയ്ക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പെരിയ ബഹുമാനപ്പെട്ട വികാരി അബ്രാഹം കണിയാമ്പടിക്കൽ അച്ഛനാണ്. നഴ്സിംഗ് കോളേജിനും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും ആവശ്യമായ 38 ഏക്കർ സ്ഥലം 7 കോടി രൂപയ്ക്ക് വാങ്ങി പള്ളി രൂപതാ കേന്ദ്രത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആധുനിക സൗകര്യത്തോടുകൂടിയ മാർ സ്ലീവ പാരിഷ് ഹാൾ വലിപ്പം കൊണ്ടും ശില്പഭംഗി കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. 1500 പരം ആളുകൾക്ക് ഇരിക്കാവുന്ന ഹാളും ബാൽക്കണിയും വിശാലമായ സ്റ്റേജും മിനി ഹാളും പാരിഷ് ഹാളിന്റെ പ്രത്യേകതകളാണ്. തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ അനുദിനം പ്രശസ്തിയാർജിക്കുന്ന ചേർപ്പുങ്കലിന് ഒരു തിലകക്കുറിയാണ് ഈ പാരിഷ് ഹാൾ. സ്വർഗം ഭൂമിക്ക് നൽകിയ മുത്തമാണ് മാർ സ്ലീവ മുത്തപ്പൻ. സ്വർഗത്തിന്റെ ഈ വിശുദ്ധ ചുംബനം സ്വന്തമാക്കിയ ചേർപ്പുങ്കൽ മാർ സ്ലീവ പള്ളിയുടെ കീർത്തി പെരുകുകയാണ്. കേരളത്തിന്റെ ക്രൈസ്തവ ചൈതന്യത്തിന് പൊൻപ്രഭയേകി സ്ലീവ മുത്തപ്പൻ വാണരുളുന്നു. അതിനൊപ്പം മീനച്ചിലാറ് തീരങ്ങളെ നനച്ചുകൊണ്ട് സർവനന്മകളുമായി ഒഴുകുന്നു. കാലഘട്ടങ്ങൾക്ക് മായ്ക്കാനാകാത്ത ദിവ്യ ചൈതന്യത്തോടെ മാർ സ്ലീവ പള്ളിയും എന്നെന്നും പ്രഭ തൂകി നിൽക്കും.